പിതാക്കൾക്ക് നന്ദി ചെയ്യണമെന്ന് പറഞ്ഞത്. ആദ്യം നന്ദി ചെയ്യേണ്ടത് അള്ളാഹുവിനാണ്. അള്ളാഹുവിന് നന്ദിയില്ലാതെ അവന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഭക്ഷണം കഴിച്ച്, അവന്റെ ഓക്സിജൻ ശ്വസിച്ച്, അവന്റെ ഭൂമിയിൽ അവന്റെ സൂര്യന്റെ വെളിച്ചവും അതുപോലെ അവന്റെ ആകാശത്തിന്റെ തണലിൽ അവൻ തന്നതും കഴിച്ചും ഭുജിച്ചും ജീവിക്കുമ്പോൾ അള്ളാഹുവിന് നന്ദിയില്ലാതെ ജീവിക്കുന്ന കാഫിറാകരുത്. കാഫിർ എന്ന വാക്കിന്റെ ഒരർത്ഥം തന്നെ നന്ദിയില്ലാത്തവനെന്നാണ്, മറ്റൊരർത്ഥം സത്യനിഷേധി എന്നാണ്, മറ്റൊരർത്ഥം അതാ വിശ്വസിക്കാത്തവനെന്നാണ്. അതിന് വേറെയും പല അർത്ഥവുമുണ്ട്. അതേ, മറമാടുന്നവനെന്നർത്ഥമുണ്ട്, മറച്ചു വെക്കുന്നവനെന്നർത്ഥമുണ്ട്. കാഫിർ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നന്ദിയില്ലാത്തവനാകരുത്, നന്ദിയോടെ ജീവിക്കണം. യജമാനനായ റബ്ബിന് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദി അത് 5 വഖ്ത് നിസ്കാരമാണ്. അത് കൃത്യമായി നിസ്കരിക്കുമെന്ന് മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിക്കണേ യുവാക്കളെ, ഉമ്മമാരെ, കാരണവന്മാരെ. ഈ പാവപ്പെട്ട ഞാനും നിങ്ങളുമൊക്കെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരും. ഇതിന്റെ സംഘാടകന് വരും. സദസ്സിൽ എന്നെക്കാൾ വിവരമുള്ള പണ്ഡിതന്മാരാണ്, അവര് വരും. അതുപോലെ എല്ലാവരും വരും. നമ്മൾ അവിടെ വെച്ച് കൈകടിച്ചിട്ട് കാര്യമില്ല. യജമാനന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോ ഭൂമി ലോകത്ത് വെച്ച് റബ്ബ് തന്ന ഭൂമിയിൽ അവന്റേത് മുഴുവനും ആസ്വദിച്ച് ജീവിക്കുമ്പോ 5 നേരം ഹാജരാകാൻ പറഞ്ഞിട്ട് ഹാജരാകുന്നില്ലെങ്കിൽ അവനേക്കാൾ ധിക്കാരിയുണ്ടോ? ചില ആളുകളുണ്ട്, മഹാന്മാരെ മഖ്ബറയിൽ സിയാറത്തിന് പോകും, നല്ലതാണ്. പക്ഷേ ആ സിയാറത്ത് യാത്രയിൽ നിസ്കാരം ഖളാക്കും. ആ യാത്ര തെറ്റാണ്. നിസ്കാരം ഖളാക്കിയിട്ടൊരു ഹജ്ജിന്റെ യാത്ര പോലുമില്ല. അറഫ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ഖളാക്കാമോ ആക്കിക്കൂടെ? പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയുണ്ട്. അത് ഖളാക്കിയാലേ അറഫ കിട്ടൂ എന്ന് വന്നാലാണ് ആ ചർച്ച. അതുകൊണ്ട് പറയട്ടെ, ഒരു മരണത്തിന്റെ പേരിലും, ഒരു ജന്മത്തിന്റെ പേരിലും, ഒരു കല്യാണത്തിന്റെ പേരിലും, ഒരു സമ്മേളനത്തിന്റെ പേരിലും ഒരു നേരത്തെ നിസ്കാരം ഖളാക്കുന്ന നന്ദിയില്ലാത്ത അടിമയാകരുത് കേട്ടോ. ഒന്നുകൂടി പറയട്ടെ, നീ ഒരു നേരത്തെ നിസ്കാരം ഖളാക്കുമ്പോ നീ ചിന്തിക്കണം, നിനക്ക് വെള്ളം തന്ന റബ്ബല്ലേ, നിനക്ക് ഭക്ഷണം തന്ന റബ്ബല്ലേ, നിനക്ക് ഓക്സിജൻ തരുന്ന റബ്ബല്ലേ, നിന്നെ അവൻ പിടിക്കുന്ന സമയത്തെ കുറിച്ച് നിനക്ക് മുൻകൂട്ടി വിവരമുണ്ടോ? ഈ നിസ്കാരവും ഖളായിട്ടാണ് നീ റബ്ബിന്റെ മുന്നിലേക്ക് ചെല്ലുന്നതെങ്കിൽ നിനക്ക് പറയാൻ വല്ല ഉദുറുമുണ്ടോ? നിന്നെ സഹായിക്കാൻ അവിടെയുള്ള വലിയ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ ശഫീഉൽ മുദ്നിബീൻ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് നിനക്ക് പോകാൻ പറ്റുമോ? കാരണം നിസ്കാരത്തിൽ നിനക്ക് അല്ലാഹ് നിർബന്ധമാക്കിയ ഒരു കർമ്മം ആ റസൂലുള്ളാഹിനെ നേരിൽ വിളിച്ച് സലാം പറയലല്ലേ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. അത് പറയേണ്ട സമയത്ത് പറയാതെ കിടന്നുറങ്ങുന്ന മനുഷ്യ, ഓ മനുഷ്യ, കാരം ബോർഡ് ചൊട്ടി നേരം പോക്കുന്ന മനുഷ്യ, ഫുട്ബോളിന്റെ ലഹരിയിൽ നിസ്കാരം ഖളാക്കുന്ന മനുഷ്യ, ക്രിക്കറ്റിന്റെ ലഹരിയിൽ നിസ്കാരം ഖളാക്കുന്ന മനുഷ്യ, നബിതങ്ങളെ സമീപത്ത് എന്ന് നിനക്കൊരു റെക്കമെന്റിന് പറയാൻ, റസൂലുള്ളാഹിക്ക് സലാം പറയാൻ അല്ലാഹ് കൽപ്പിച്ച സമയത്ത് കിടന്നുറങ്ങിയവനല്ലേ നീ? കളിച്ച് നടന്നവനല്ലേ നീ? ഒരു നേരത്തെ നിസ്കാരം ജീവിതത്തിൽ ഖളാക്കാതെ നിസ്കരിക്കണം. ഖളായ നിസ്കാരങ്ങൾ ഖളാ വീട്ടി അതാ മനസ്സറിഞ്ഞ് തൗബ ചെയ്യണം.